ഏത് വീടിന്റെ അകത്താണോ അള്ളാഹിനെ കുറിച്ച് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് ഏത് വീടിനകത്താണോ ചർച്ച ചെയ്യപ്പെടുന്നത്, ആ വീട് ജീവനുള്ള വീടും അള്ളാഹ് എന്ന് പറയുന്ന പേര് പറയാത്ത വീട് അത് മരണ വീടുമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ വീട്ടിലാ അപ്പൊ അള്ളാഹിനെ കുറിച്ച് പറയണേ? ആരുടെ വീട്ടിലാ? നമുക്കൊക്കെ ചരിത്രം അറിയാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് ഒരു ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുകയാ. ഉമ്മ പറയുന്നു, മോളെ പാലിന്റെ അകത്ത് പാലിനകത്ത് വെള്ളം കലർത്ത്. ഇല്ല ഉമ്മ, ഉമറാ ഖലീഫ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അതിന് ഉമർ അറിയുന്നുണ്ടോ ഈ രാത്രി വെള്ളം കലക്കുന്നത്? ഉമർ അറിയുന്നില്ലെങ്കിലും അള്ളാഹ് അറിയുന്നുണ്ടല്ലോ. അതായിരുന്നു പണ്ടത്തെ വീട്. ആരെങ്കിലും കൈയിട്ട് വരുമ്പോ ഉപ്പ എടുക്കല്ലേ ഉപ്പ എന്ന് പറയുന്ന മക്കളുടെ കാലം ഉണ്ടായിരുന്നു. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാ അള്ളാഹ് കാണുന്നുണ്ട് എന്ന് പറയുന്ന ഭാര്യമാരുണ്ടായിരുന്നു. ഇന്നിപ്പോ എല്ലാവരും പലിശയുടെ പൈസ വാടിച്ചു വെക്കുന്നത് ഭാര്യ തന്നെയാ. ലോട്ടറി അടിച്ചോ എന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുന്നതും ഭാര്യ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന ഭർത്താവിനെ കൊണ്ട് ഹറാമ് വീടിപ്പിക്കുന്നതും ഭാര്യ തന്നെയാ. ഇല്ലേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യ പറഞ്ഞിക്ക കൊണ്ടുപോയി പണയം വെച്ചോ, കൊണ്ടുപോയി പണയം വെച്ചോ. ഞാനിപ്പോ ഒരു ചെറുപ്പക്കാരനോട് പണയം വെച്ചതിന്റെ കഥ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, എത്ര രൂപ ഇതാ, ഇതിനെ കൊണ്ട് വിറ്റാ പോരായതെന്ന് ഞാൻ തന്നെ ചോദിച്ചത്. ഇപ്പൊ ഞാൻ ഒരു പയ്യനോട് ചോദിച്ചതേ ഉള്ളൂ, അവനുണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു, ഇപ്പൊ അതിനേക്കാളും പലിശ അടച്ചിട്ട് നടക്കാം. കൊണ്ട് വിട്ടിരുന്നെങ്കിൽ ഈ പാടില്ലായിരുന്നല്ലേ, ഇനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് വിറ്റാ മതി എന്നുള്ള അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടങ്ങനല്ല. വീടുകൾ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വീടുകൾ, ദിക്റുകളും സ്വലാത്തുകളും മൗലിദുകളും റാത്തീബുകളും മുഹിയുദ്ദീൻ മാലയും ഹദ്ദാദ് റാത്തീബും ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ വീടിനകത്തുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ സീരിയലിന്റെ ശബ്ദം മാത്രമല്ലാതെ വേറെ ഒന്നും നമ്മുടെ വീടിനകത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സഈദ് റളിയല്ലാഹു തആല അൻഹു ഖാല സഅദതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أيما أفضل الصلاة في بيتي أبي الصلاة في المسجد قال لا قال ألا ترى إلى بيتي ما أقربه من المسجد فلن أصلي في بيتي أحب إلي من أن أصلي في المسجد إلا أن تكون صلاة مكتوبة. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വ്യക്തമായി കേൾക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വ്യക്തമായി കേൾക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വീടിനെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. റഹ്മത്തിന്റെ മാലാഖമാര് തേടി വരുന്ന ഒരു വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം? സഹാബി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതാണോ ഉത്തമം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി, അവിടെ നിന്ന് ചോദിച്ചു, നിന്റെ വീടിന്റെ അടുത്താണോ പള്ളി? നീ കാണുന്നില്ലേ, നിന്റെ വീടിനടുത്തല്ലേ പള്ളി? സഹാബി ചോദിച്ചു, വീട്ടിൽ നിസ്കരിക്കുന്നതാണോ പള്ളി നിസ്കരിക്കുന്നതാണോ ഉത്തമം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ ഉത്തമം? പള്ളിയിൽ നിസ്കരിക്കുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിന്റെ അടുത്തല്ലേ പള്ളി, കണ്ണ് കാണുന്നില്ലേ നിനക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിസ്കരിക്കുന്നതാണ് ഉത്തമം. എന്നിട്ട് പറഞ്ഞ മറുപടി, പക്ഷേ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനാൽ എനിക്കിഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാ. ഏത് നിസ്കാരം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർബന്ധമെന്നൊരു 5 വഖത്ത് ഫർള് നമസ്കാരം ഒഴികെ 5 വഖത്ത് ഫർള് നമസ്കാരം അത് പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കണം.
അത് പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. പക്ഷേ സുന്നത്ത് നമസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം. എനിക്കിഷ്ടം അതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം സുന്നത്ത് നമസ്കാരം, അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം റൂമിലും വീട്ടിലും നിസ്കരിക്കാൻ വലിയ പ്രതിഫലമാണ്. അവിടെ നിസ്കാരം കഴിഞ്ഞ് ഉളുവെടുത്തു പള്ളിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഫസല്ലൂ അയ്യുഹന്നാസു ഫീ ബുയൂതികും ഫഇന്ന അഫ്ളലു സ്വലാത്തി സലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബാ. വീടിന്റെ അകത്ത് സമാധാനം കിട്ടാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ഒരു എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ വീടുകളിൽ വെച്ച് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കുക. ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ വീടുകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കുക. തീർച്ചയായും ഫർളല്ലാത്ത നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യൻ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരങ്ങളിൽ വെച്ച് സുന്നത്ത് നമസ്കാരം, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ ശ്രേഷ്ഠമായ നമസ്കാരം അതിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരമാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കം വരുന്നുണ്ടോ? നബിയിന റസൂലുള്ളാഹി. ചുമ്മാ കുറെ ഹിജാബും വെറുതെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. കുറെ ആധുനിക വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാ ജീവിതത്തിൽ പഠിക്കേണ്ടത്. കുറെ ഇപ്പൊ വാർത്ത അങ്ങോട്ട് എടുത്തു നോക്കിയ ഹിജാബ് എല്ലാവർക്കും അറിയാം എന്താ ഹിജാബിന്റെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, കന്യാസ്ത്രീകൾക്ക് അവരുടെ തുണി ധരിക്കാം, സിഖുകാർക്ക് അവരുടെ തുണി ധരിക്കാം, അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കോളേജിലും പോകാം. അതൊന്നുമില്ല. അതൊക്കെ മൗലിക അവകാശങ്ങൾ, മറ്റു നിയമങ്ങൾ. ഇവിടെ പാവപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങൾ ശരീരത്ത് ഫർദയിട്ടുകൊണ്ട് കയറി, അത് വേറെ വിഷയം. നമ്മുടെ നാടിന്റെ ഓരോ നിയമങ്ങൾ, നമ്മുടെ ഈ ടാക്സ് മേടിച്ച് നമ്മുടെ പൈസ കൂടെ മേടിച്ചിട്ടാണ് ഇവരൊക്കെ കയറി നെളിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഓരോ നിയമങ്ങൾ പറയുമ്പോൾ അല്ലാഹു ആലം എങ്ങോട്ടാണ് ഈ പോക്കെന്നറിയില്ല. ചുമ്മാതല്ല ഈ കൊറോണ ഒക്കെ മാറാത്തെ. ഇതൊക്കെ മാറാതെ ഒന്നിനു പുറകെ ഒന്നൊന്നിന് ഓർമ്മയില്ല പലരും. പണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞവർ തന്നെ കൊറോണ വന്നപ്പോൾ തുറന്നോ, വിളിച്ചോ, നിസ്കരിച്ചോ, പ്രാർത്ഥിച്ചോ. അള്ളാഹുവിനെല്ലാം കഴിയുമെന്നുള്ള ഓർമ്മ നമ്മളിൽ പലരുമില്ല. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ഇതിനെയൊക്കെ വിമർശിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരോ അതങ്ങനൊന്നും കുഴപ്പമില്ല, മറ്റേതാ നമ്മളങ്ങനെ ആയിപ്പോയില്ല പഠിച്ചാൽ. നാളെ അള്ളാഹയെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മുടെ കൗമ അങ്ങനെ. ഇതിനെക്കുറിച്ചൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അള്ളാഹു ഉമ്മത്തിന് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. എടാ, ദീനിന്റെയും ഇസ്ലാമിന്റെയും വിഷയങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് പോലും പറയുമ്പോഴത്തേക്ക് അതിനെയും ന്യായീകരിക്കുന്നവരില്ലേ. വേണ്ടവരിടട്ടെ, വേണ്ടാത്തവരിടണ്ട. ഇട്ടില്ലെങ്കിൽ സ്കൂളിലെ യൂണിഫോമാണ്. ഏത് സ്കൂളിലും യൂണിഫോം ഉണ്ട്, ഏത് കോളേജിലും യൂണിഫോം ഉണ്ട്. പക്ഷെ യൂണിഫോമിന്റെ മുകളിലല്ലേ ഇതൊക്കെ ധരിക്കണേ, അല്ലാതെ ആ യൂണിഫോം അല്ലാന്നല്ലോ. ഏത് സ്കൂളിലാണെങ്കിലും നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകുന്നവരാ. അന്ന് മുതൽ ഹിജാബ് ഇടാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പോഴല്ലേ ഇതെല്ലാം കടന്നു വന്നത്. എവിടെന്നെങ്കിലും ആരെങ്കിലും കുറെ നാള് തുപ്പൽ ജിഹാദും പിന്നെ ഹലാൽ ജിഹാദും ഒക്കെ ഇതൊക്കെ പൊട്ടി പാളീസായപ്പോൾ പുതിയതും കൊണ്ടിറങ്ങിയിരിക്കുക. ഇലക്ഷനൊക്കെ കടന്നു വരുമ്പോൾ ഇങ്ങനെ പലതും കടന്നു വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അതിടുക ഇതിടുക എന്തെല്ലാം വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നു. വെറുതെ അള്ളാഹുവിൻ്റെ ദീനിനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ നൂറ്, ഈ നൂറ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഒരുത്തനും ഈ ഭൂമിയിലുള്ള സർവ്വരും ഇസ്ലാമിനെതിരെ നിന്നാലും അള്ളാന്റെ ദീൻ ഈ ലോകത്ത് തന്നെ നിലനിൽക്കും. കാരണം അള്ളാഹുവായി ഈ ദീൻ നിലനിർത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പ്രപഞ്ചം മുഴുവനും ഇസ്ലാമിനെതിരെയായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയാലും തകരൂല.
കാരണം അള്ളാഹുവിന്റെ ദീൻ അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിനുള്ളത്. അള്ളാഹു നിലനിർത്തും, ഞാൻ നിലനിർത്തുമെന്ന് പടച്ച റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം നമ്മൾ നമ്മുടെ ദീൻ നിലനിർത്താൻ നോക്ക്. ആദ്യം നമ്മുടെ ദീനാ നിലനിർത്തേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ഇതൊക്കെ കണ്ടുപഠിക്ക്. ഓരോ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഇപ്പൊ മംഗലാപുരത്തൊരു പെണ്ണ് വീഡിയോ ഒക്കെ എടുത്ത് എന്താ പടച്ചവനില്ലേ, നമ്മുടെ മക്കളെ ഓടും, നമ്മുടെ മക്കൾ ഓടും. പക്ഷെ ആ പെൺകുട്ടി ചങ്കൂറ്റത്തോടു കൂടി നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതാണ് എനിക്ക് ആ പെണ്ണിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ പഴയ കാലത്തെ പെണ്ണുങ്ങളെ ഓർമ്മ വന്നു, പഴയ കാലത്തെ മഹദിമാരെ ഓർമ്മ വന്നു. അതാണ് ഇന്നത്തെ യുവത്വം. കള്ളും പെണ്ണും കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ ദീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അമുസ്ലിമിനെ കാണുമ്പോ ഇട്ടിരുന്ന ഫർദയും ഊരിക്കളഞ്ഞ് ഉപ്പാനെ ഉമ്മാനെയും ബാത്റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലഘട്ടം. അള്ളാഹുവിന്റെ ദീൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാന്റെ ദീനിന്റെ ശിആറുകളെ, നിയമങ്ങളെ പാലിക്കുന്ന മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. അത് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നു, ബാങ്ക് വിളിച്ചു, 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ട് വരുന്നു. അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് പോയി, വീടടുത്താണെങ്കിൽ വീട്ടിലേക്ക് പോയി സുന്നത്ത് നിസ്കരിക്കുന്നു. ഇത് പിന്നെ വീട്ടിൽ പോയി നിസ്കരിക്കാത്തവനോട് ഇവിടെ നിസ്കരിച്ചാൽ നിസ്കരിച്ച് വീട്ടിൽ പോയി നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞത് തഹജ്ജുദ് സുബഹിക്ക് പള്ളിയിലേക്ക് വരാൻ എഴുന്നേൽക്കുന്ന നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു വുളുവെടുത്ത് ദിക്ർ പറഞ്ഞു പള്ളിയിലേക്ക് വന്നാൽ ഓരോ ചുവട്ടിടിക്കും പ്രതിഫലം. അതാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന വീട്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന വീട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫർദല്ലാത്ത നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യർ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ തജഅലൂ ബുയൂതകും മകാബിറാ ഇന്ന ശൈത്വാന യൻഫിറു ബി ബൈതിൻ അല്ലദീ തുഖറഉ ഫീഹി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പോൾ ഒന്ന് ഫർളല്ലാത്ത നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ ഏത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു, അള്ളാഹുവെ ആ നിസ്കാരം വല്ലാത്ത ഇഷ്ടമുള്ളതാണ്, ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. 2, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വീട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനാക്കരുത്. അയ്യത്ത് കൊണ്ടടക്കുന്ന സ്ഥലങ്ങളെ പോലെ നിങ്ങളുടെ വീട് നിങ്ങൾ ആക്കരുത്. നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു, പിശാച് ആ വീട്ടിൽ ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ഏറ്റവും വലിയ സൂറത്ത്, ഏറ്റവും വലിയ സൂറത്ത്, 2.5 ജുസുബോളമുള്ള ആ സൂറത്തുൽ ബഖറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ അവിടെ ഇബ്ലീസ് ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു യാസീൻ ഓതുന്നില്ല, പിന്നെ 2.5 ജുസുള്ള ബഖറ ഓതുക, എന്നിട്ടാണ് ഇങ്ങനെ നടക്കുക. ശൈത്താനെ ഇറക്കാനുള്ള വഴി തേടിയിട്ട് ചാത്തരെ ഇറക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് നടക്കുക. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്തിരുന്ന ഏത് ചാത്തരും വെളിയിൽ ഇറങ്ങുന്ന നമ്മളോ അതില്ല, ഓതാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കും. എവിടെങ്കിലും പോകുമ്പോൾ കുറച്ച് അത് ഇതൊക്കെ ചെയ്യണം, അപ്പോൾ ഉപ്പും കല്ലും എടുത്തിട്ട് തെക്ക് വടക്ക് നടന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്ത് പാരായണം ചെയ്യ്. നീ അത് പള്ളിപ്പറമ്പ് പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞ ഖുർആൻ ഓതാത്ത വീടിനെ കുറിച്ചായി പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ശ്മശാനം പോലെയാ.
അത് ശവപ്പറമ്പ് പോലെയാണ്, പള്ളിപ്പറമ്പ് പോലെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, വീടുകളിൽ ഖുർആൻ പാരായണം നിങ്ങൾ പതിവാക്കണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുകയാ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇന്ന അസ്ഫറൽ ബുയൂത അല്ലദീ അസ്ഫറ മിൻ കിതാബില്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏറ്റവും ദാരിദ്ര്യമുള്ളവൻ ആരെന്നറിയുമോ? ഏറ്റവും ദരിദ്രമായ വീട് ഏതെന്നറിയുമോ? പണമില്ലാത്തവന്റെ വീടല്ല, കരണ്ടില്ലാത്തവന്റെ വീടല്ല, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവന്റെ വീടല്ല, പടച്ചവനെ പട്ടിണി കിടക്കുന്നവന്റെ വീടല്ല. ഏറ്റവും ദരിദ്രമായ വീട് ഏതെന്നറിയുമോ? മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഇല്ലാത്ത വീടാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏറ്റവും ദരിദ്രൻ ആരെന്നറിയോ? പൈസ ഇല്ലാത്തവനോ തുണിയില്ലാത്തവനോ കേറിക്കിടക്കാൻ വീടില്ലാത്തവനോ അല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏത് വീട്ടിലില്ലയോ അവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഖുർആൻ പോലും ഇല്ലാത്ത വീടുകളില്ലേ? ഒരു ഖുർആൻ പോലും ഇല്ലാത്ത വീടുകൾ. മൗലിദ് കിതാബൊക്കെ തരയി അയൽവാസിയോട് ചോദിക്കൊണ്ടോന്ന്. എന്തെങ്കിലും ഒരു നേർച്ച വരുമ്പോൾ മൗലിദ് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങുന്ന കാലം. ഒരു ഖുർആൻ ഇല്ലാത്ത പോലും വീടുകൾ അറിയാം. പരിശുദ്ധമായ ഖുർആൻ ഒരു പോലും സൂക്ഷിക്കാത്ത വീടുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവനെക്കാളും വലിയ ദരിദ്രനില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, വീടുകളിൽ വെച്ച് അള്ളാഹുവിന്റെ ബറക്കത്ത് കുറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകണം. ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ വീടിന്റെ അകത്ത് വെച്ച് ചെയ്യണം. അങ്ങനെയുള്ള വീടുകളിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഓതുന്ന വീട്ടിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ഖുർആൻ ഓതുന്ന ശൂന്യമായ വീടാണ് ഖുർആൻ ഓതാത്ത വീട്. ഏത് വീടിനകത്താണോ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവിടെ ബറക്കത്തുണ്ടാവുകയാണ്. പിശാചിന്റെ ശ്രദ്ധപടന്ന് മാറുകയാണ്. റഹ്മത്തിന്റെ മാലാകമാരവിടന്ന് കടന്നു വരികയാണ്. അൻഹദർ ബിൻ ഐനാനിൽ ഹനഫി റളിയല്ലാഹു തആല അൻഹു അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇന്നൽ ബൈത ലയത്തസിഅ അലാ അഹ്ലിഹി വതഹദുറുൽ മലായിക വതഹജുറു ശയാതീൻ വയക്സിറു ഖൈറഹു അയ്യുഖറഅ ഫീഹിൽ ഖുർആൻ വഇന്നൽ ബൈത ലയളീഖു അലാ അഹ്ലിഹി വതഹജുറുൽ മലായിക വതഹദുറു ശയാതീൻ വയഖില്ലുൽ ഖൈറാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വീട്ടിലുള്ള ആളുകൾ വിശാലമാവുകയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏത് വീടിന്റെ അകത്താണോ പാരായണം ചെയ്യുന്നത് ആ വീട്ടുകാർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുകയാണ്. അവിടുന്ന് വിശാലത ചെയ്യുകയാണ്. മലക്കുകളുടെ സാന്നിധ്യം വീടിനകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വീടിനകത്തേക്ക് കടന്നു വരുന്നു. മലക്കുകളെ കടന്നു വന്നാൽ പിന്നെ ശൈത്താനിന് അവിടെ കഴിയില്ലല്ലോ. മലക്കുകളെ കടന്നു വന്നാൽ പിശാചുകൾ അവിടെ നടിച്ചിറക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു അവർക്ക് ഐശ്വര്യം കൊടുക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുണ്ടല്ലോ, ഒരു വീടിന്റെ അകത്ത് ജനങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതാതെ വന്നാൽ മലക്കുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഒഴിവാവുകയാണ്. അതിൽ പിശാചുകൾ താമസിക്കുകയാണ്. അതാ പിശാചുകൾ ആ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. സർവ്വ ഐശ്വര്യങ്ങളും കുറഞ്ഞു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ മേടിച്ചു വെക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ നിനക്ക് ഐശ്വര്യമുണ്ടാകും, നിനക്ക് സമാധാനമുണ്ടാകും, നിനക്ക് ബറക്കത്തുണ്ടാകും. നിന്റെ വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരും, പിശാചിനെ മലക്കുകൾ അടിച്ചിറക്കും. അള്ളാഹുവിന്റെ മലക്കുകളുടെ സംരക്ഷണം നിന്റെ കുടുംബത്തിനുണ്ടാകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ, സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂറത്തുർ റഹ്മാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി പറയുന്നുണ്ട്, നബിയെ, ഞാൻ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ എന്റെ വീടിന്റെ കുതിരകളൊക്കെ കിടന്ന് ചാടുന്നു നബിയെ. കുതിരകളൊക്കെ, ഞാൻ ഖുർആൻ നിർത്തി, അപ്പൊ കുതിരകളുടെ ചാട്ടം നിന്നു. പിന്നെയും വന്ന് ഓതാൻ തുടങ്ങി, കുതിരകൾ കിടന്ന് ചാടുന്നു. പിന്നെയും നിർത്തുന്നു, മിണ്ടാതിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വഹാബി പോയി പറഞ്ഞപ്പോ ചോദിച്ചു, നീ ഓതിയ സൂറത്ത് ഏതാ? സൂറത്തുർ റഹ്മാൻ ഓതിയതാ. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാ ചില മയ്യത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ മൃഗങ്ങൾ കടന്ന് ചാടുന്ന എന്താ? മലക്കുകളെ കണ്ടിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടിനകത്തേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരണമെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ സംരക്ഷണം അള്ളാഹു നൽകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അന്നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال إن الله كتب كتابا قبل أن يخلق السماوات والأرض بألف عام أنزل منه آيتين ختم بها سورة البقرة ولا يقرآن في دار ثلاث ليال فيقربها الشيطان. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു, സഹാബിയുടെ പേര് കണ്ടപ്പോഴാണ് മഹാനായ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, എനിക്ക് അല്ലാഹു ഇപ്പോൾ ഒരു മകനെ തന്നു, അവന്റെ പേര് നുഅ്മാൻ എന്നിടാൻ ആഗ്രഹിക്കണം. നുഅ്മാൻ, അല്ലാഹു സഹാബിയുടെ ബർക്കത്ത് കൊണ്ട് ഖൈറാക്കുമാറാകട്ടെ. അല്ലാഹു എനിക്കൊരു ആൺകുട്ടിയെ കൂടെ തന്നു, അൽഹംദുലില്ലാഹ്. അല്ലാഹു കണ്ണിന് കുളിർമയുള്ള സന്താനമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പെണ്ണിനെ കാത്തിരുന്ന് അൽഹംദുലില്ലാഹ്, എന്തായാലും അല്ലാഹു തരുന്നതല്ലേ. എന്ത് പേരായിടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. എന്താ എല്ലാവരും ചോദിച്ചു എന്ത് പേരിടാനാ? അപ്പോഴിങ്ങനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരാണ് നുഅ്മാൻ. അബൂ ഹനീഫ തങ്ങളുടെ പേര്, സഹാബിയുടെ പേരാണ് നുഅ്മാൻ. എന്തായാലും അല്ലാഹു മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് ശൈത്താൻ ഇറക്കാനുള്ള വഴിയാ. എന്റെ വഴുത് വെക്കണ താത്താമാരൊക്കെ കേട്ടോ, ശൈത്താനുണ്ടെന്ന് പറയുന്ന താത്താമാര് കേട്ടോ, വീട്ടിൽ നിന്ന് ശൈത്താൻ ഇറക്കാൻ പൈസ ഒന്നും വേണ്ട, ഇത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹു ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. ആ കിതാബിൽ നിന്ന് 2 വചനങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ആ 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ അടുക്കലിരുന്ന കിതാബിൽ എഴുതിയിരുന്ന 2 വാചകങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ രണ്ട് ആയത്തുകൾ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ടാൽ, ആരെങ്കിലും ഇന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് പോയിട്ട് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ 3 രാവുകൾ ആ വീടിനോട് ശൈത്താൻ അടുക്കുക പോലുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ 2 ആയത്ത് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീടിനകത്ത് പോയിരുന്നു ഓതിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി 3 ദിവസം ശൈത്താൻ ആ പരിസരത്ത് വരില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാണ് 2 ആയത്ത്?
ഏതാ മനുഷ്യന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സൂറത്തുൽ ബഖറ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുകൾ. ഏതായത്തുകൾ? പോയിട്ട് നോക്കിയാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശൈത്താനെ ഓടിക്കാൻ പൈസ ഇല്ലാതെ നടക്കോ? പൈസയും മുടക്കണ്ട, ഇത്തിരി കഷ്ടപ്പാടെങ്കിലുണ്ടല്ലോ. സൂറത്തുൽ ബഖറയിലുള്ള 2 ആയത്തുകൾ, ഈ 2 ആയത്തുകൾ ഏത് വീടിന്റെ അകത്താണോ പാരായണം ചെയ്യുന്നത് 3 ദിവസത്തേക്ക് ആ വീട്ടിലേക്ക് ഇബ്ലീസ് വരൂല. അത്രയെങ്കിലും സമാധാനം കിട്ടൂലേ? എന്തോ ഷാജിയാണ് ചിരിക്കണേ? ഇന്ന് തന്നെ ഇറക്കി വിടാല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായത്ത്? അൻസാരിയാണ് എന്റെ മുഖത്ത് നോക്കിയിരിക്കണേ. ഏതായത്തന്നെ? കടക്കകത്ത് കൂടിയിരിക്കണേ ഇറക്കണമില്ലേ? മുബാഷന്റെ മില്ലിൽ എന്തോ കൂടിയിട്ടുണ്ട്, ഇറക്കി വിടണം. ആയത്തുൽ കുർസി, ആമന റസൂലില്ലേ? ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 2 ആയത്തുകൾ ഞാൻ ഹദീസല്ലേ പറഞ്ഞ്, വേറൊന്നുമല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇബ്ലീസ് പോയി 3 ദിവസം സമാധാനത്തോടെ ഭാര്യയും മക്കൾ കഴിയാം. നിസ്കരിക്കാതെ കിടക്കണ പെണ്ണുമ്പിള്ളേരുടെ തലയിൽ കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ആ ശൈത്താനല്ല, നിസ്കാരം ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ഉസ്താദ് ഞാൻ എന്തൊക്കെ ഓതിയിട്ട് ഇറങ്ങിപ്പോണില്ലല്ലോ ഉസ്താദ്, അതിനാദ്യം വേറെ ഓതണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ നമ്മുടെ വീടുകളിലും മലക്കുകളുടെ പ്രവേശനം ഉണ്ടാകണം. 3-മത്തെ കാര്യം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരാനുള്ള വഴി പറഞ്ഞു. ഇനി സൗകര്യം ചെയ്തു കൊടുക്കണം അല്ലാഹുവിന്റെ മലക്കുകൾ. അപ്പം മലക്കുകൾ കടന്നു വരാനുള്ള 1-മത്തെ വഴി, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വീട്. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വീട്. 2 നിസ്കരിക്കുന്ന വീട്. ഇങ്ങോട്ട് നോക്ക്, 2 നിസ്കരിക്കുന്ന വീട്, 3 ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്. അപ്പൊ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന വീടിതാ. ഇനി മലക്കുകൾ വരണമെങ്കിൽ നിന്റെ വീട് സൗകര്യപ്പെടുത്തണം. എല്ലാ വീട്ടിലും മലക്ക് വരൂല. അല്ലാഹുവിന്റെ മലക്കുകൾ എല്ലാവരും നിന്റെ വീട്ടിലേക്ക്, എല്ലാ വീടുകളിലേക്കും കടന്നു വരൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അന്നബി ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിൽ വരാത്തതിന്റെ കാരണം പറയാ. നിന്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരാത്തതെന്നറിയുമോ? താടിയുള്ള, തഴമ്പുള്ള, തൊപ്പിയുള്ള, നിസ്കാരമുള്ള ഓരോ മനുഷ്യന്റെയും വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാര് വരുന്നില്ല. സമാധാനമില്ല. സദഖ കൊടുത്തിട്ടും നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും പടച്ചവനെ എന്തൊക്കെ നന്മ ചെയ്തിട്ടും നിന്റെ വീടിന്റെ അകത്ത് റഹ്മത്തില്ലേ, സമാധാനമില്ലേ? അതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, മഹാനായ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, 2 വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, പള്ളി കെട്ടാൻ പൈസ കൊടുക്കാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നടക്കാറുണ്ട്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. അതിന്റെ കാരണം, നിന്റെ വീട്ടിലേക്ക് 2 കാര്യങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിലും മലക്കുകൾ വരൂല. നിന്റെ വീട്ടിലേക്കും മലക്കു വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പട്ടിയെ ഏത് വീട്ടിലാണോ വളർത്തുന്നത്, പട്ടിയെ വളർത്തുന്ന വീട്ടിലേക്കും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ പട്ടിയൊന്നും വളർത്തൂല, മുസ്ലിമീങ്ങളല്ലേ? നമ്മള് പട്ടിയെ വളർത്താത്തവരാ, പോകട്ടെ, പൂച്ചയല്ലേ വളർത്തുന്നുള്ളൂ, പോട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയെ വളർത്തുന്ന വീട്. 2, നിങ്ങളുടെ ആരുടെയും വീട്ടിൽ പട്ടിയില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രൂപങ്ങളുള്ള വീട്.
രൂപങ്ങളുള്ള വീട്, ഫോട്ടോ ഉണ്ടാക്കിയിട്ട് കല്യാണ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുക വീടിനകത്ത്. മക്കളുടെ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ നിൽക്കുന്നതും ഫോട്ടോ എവിടെ? വീടിന്റെ അകത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ഏത് വീട്ടിലാണോ വെച്ചിരിക്കുന്നത് അവിടെ മലക്കുകൾ കടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആരുടെ ചിത്രമാകട്ടെ, നിന്റെ വാപ്പയുടേതാകട്ടെ, നിന്റെ ഉമ്മയുടേതാകട്ടെ, നിന്റെയും നിന്റെ ഭാര്യയുടേതാകട്ടെ, നിന്റെ മക്കളുടേതാകട്ടെ, പടച്ചവനെ ഏതെങ്കിലും ഒരു ജീവിയുടേതാകട്ടെ, രൂപങ്ങൾ, ജീവനുള്ള വസ്തുവിന്റെ രൂപങ്ങൾ നിന്റെ വീടിനകത്ത് വെച്ചാ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി അത് ഏത് കൊലകൊമ്പന്റെ ആണെങ്കിലും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ രൂപങ്ങൾ, ആ ചിത്രങ്ങളുള്ള തുണി ഞാൻ മുറിച്ചു കളഞ്ഞതിന് ശേഷമാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കയറിയത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, തുണിക്കകത്ത് ഇന്നത്തെ തുണിയൊക്കെ നോക്കിയ ബെഡ്റൂമിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന, കട്ടിലിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന തത്തമ്മ പറക്കുന്നത് കാണാം അല്ലേ? എന്താ റഫീഖ? പല നമ്മുടെ വീട്ടിൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പിന്റെ മുകളിൽ പോലും കിളികൾ, എന്നിട്ട് പറയാ റഹ്മത്തിന്റെ മലക്ക് വരണം. വാതിലിന്റെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കറ്റനകത്ത് പറവ പറക്കുന്നുണ്ട്, പൂച്ച ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് പറയാ മലക്കുകൾ വരണമെന്ന്. വരും, അസ്റായിൽ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് വരും? അസ്റായിലിനെ ഇതുവല്ലം തടയോ? പട്ടിയല്ല, പന്നിയല്ല, ഇനി എന്തുണ്ടെങ്കിൽ ആ ചങ്ങാതി കയറി വരും. അള്ളാഹു നല്ല അവസ്ഥയിൽ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീടിനകത്ത് തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് പോലും ഒരു ചിത്രം കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് വീടിനകത്ത് കയറിയില്ല. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വീട്ടിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിനകത്ത് പോയിട്ട് തെരഞ്ഞു നോക്ക്, കയറുമ്പോഴേ കാണാം പടച്ചവൻ ഇങ്ങനെ അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക, സെൽഫിക്കകത്ത്, വീടിനകത്ത്, റൂമിനകത്ത് കല്യാണ ഫോട്ടോ, ആ ഫോട്ടോ, ഈ ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഫോട്ടോ തന്നെയല്ലേ എല്ലാ ദിവസവും ഇൻസാരി തന്നെ രാവിലെ ഇറങ്ങുമ്പോൾ സ്വന്തം ചിത്രം കാണാൻ വേണ്ടി വീട്ടിൽ ഇങ്ങനെ വരച്ചിട്ട് അതും കണ്ടിട്ട് ഇറങ്ങിപ്പോയ വറക്കത്തുണ്ട്. നമ്മുടെ മോൻ തന്നെ കണ്ടിട്ട് ഇതിനാ ഫോണിൽ തന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഗ്യാലറിക്കകത്തെങ്കിലും സ്ഥലമില്ല. ഇങ്ങനെ നിന്നതും അങ്ങനെ ചാടുന്നതൊക്കെ എടുത്ത് നിറച്ചു വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇനി നമ്മുടെ വീടിനകത്തുകൂടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പല വീടുകളിലും ഫോട്ടോകൾ കാണാൻ. വേണ്ട സഹോദര, അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്ക് നിന്റെ വീട്ടിലില്ലെങ്കിൽ ഈ ഫോട്ടോ കൊണ്ട് എന്ത് നേട്ടമാവുള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ, സംഗീത വസ്തുക്കളൊക്കെ വീടിനകത്ത് വെക്കുക. മറ്റുള്ള സാധനങ്ങൾ അറിയാലോ, ചെണ്ടമേളങ്ങളും മറ്റുള്ള സാധനങ്ങളും. യകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സംഗീത ഉപകരണങ്ങളും പുരുഷന്മാർക്കും പാട്ടുപാടുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ വീടിനകത്ത് വെക്കുക. ആ വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരൂല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീടിനകത്ത് വെക്കുക, സൂക്ഷിക്കുക. അങ്ങനെയുള്ള വസ്തുക്കൾ, സംഗീത ഉപകരണങ്ങൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനന്ന ഫീ ഹാദിഹി ഉമ്മത്തുൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തുന്ന ശിക്ഷയും ചരൽ വർഷവും രൂപമാറ്റവും വന്നു ഭവിക്കും. അത് അവ കള്ളു കുടിക്കുകയും പാട്ടുകാരികളെ കൊണ്ട് നടക്കുകയും അതുപോലെയുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ശിക്ഷകൾ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ വീടുകൾ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വീടുണ്ടാക്കിയിട്ട് സമാധാനമില്ല ഉസ്താദ്, സന്തോഷമില്ല ഉസ്താദ്, തമ്മിലടിയാണ് ഉസ്താദ്,
ഐശ്വര്യമില്ല ഉസ്താദ്, ബറക്കത്തില്ല ഉസ്താദ്, എന്ത് കിട്ടിയിട്ടും തികയുന്നില്ല ഉസ്താദ് എന്ന് പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീടിനകത്ത് കടന്നു വരണോ? ഐശ്വര്യം വേണോ? സമാധാനം വേണോ? ബറക്കത്ത് വേണോ? സന്തോഷം വേണോ? അതിനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് അല്ലാഹുവിനെ കുറിച്ച് പറയ്, ദിക്റുകൾ പറയുന്ന വീടാകണം, തസ്ബീഹ് പറയുന്ന വീടാകണം. വൈകുന്നേരമായ പണ്ടൊക്കെ മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് വീടിനകത്തിരുന്നിട്ട് പള്ളിക്കകത്തിരുന്ന തസ്ബീഹ് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ദിക്റ് പറയുന്ന വീടുകളുണ്ടായിരുന്നു. അവിടെയാണ് റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വന്നത്. അവിടെയാണ് പടച്ചവനെ കൊട്ടാരം പോലെ വീടില്ലെങ്കിലും ചോർന്നൊലിക്കുന്ന ഓലശെട്ടിനകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി അവർ ജീവിച്ചിരുന്നത്. അവർക്ക് തിന്നാൻ മട്ടൻ മന്തിയില്ലായിരുന്നു. പടച്ചവനെ അറബി ഫുഡുകൾ ഉണ്ടായിരുന്നു. കഞ്ഞിയും ചോറും പഴങ്കഞ്ഞിയും ചമ്മന്തിയും കപ്പയും തിന്നുകൊണ്ട് പടച്ചവനെ അവരൊക്കെ സന്തോഷത്തോടെ ജീവിച്ചതിന്റെ കാരണം എന്തെന്നറിയോ? പടച്ചവനെ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇന്ന് ഞാനും എന്റെ ഭാര്യയും തമ്മിലടിയാണ്. പടച്ചവനെ ഭാര്യയും മക്കളും ഭാര്യയും ഭർത്താവും ഇന്ന് തമ്മിലടിയാണ്. എങ്കിലും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, 60-70 കൊല്ലം ജീവിച്ചിരുന്ന നിന്റെ ഉപ്പ എന്നെങ്കിലും നിന്റെ ഉമ്മയെ തല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഉമ്മാനെ കണ്ണുനീര് പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വാപ്പയെ അനുസരിക്കാതെ ഉമ്മ എവിടെങ്കിലും ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, എന്തൊരു സ്നേഹമാ! പരസ്പരം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ മരിക്കുന്ന കാലം വരെ അവരൊരു കുടക്കീഴിൽ കിടക്കുന്നത് പോലെ ഒരു പുതപ്പിന്റെ കീഴിൽ സന്തോഷത്തോടെ ഉള്ളത് തിന്ന് സുഖിച്ച് നടന്നത്, അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാ. അതുകൊണ്ട് നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ദിക്റുകൾ നിന്റെ വീടിനകത്ത് പറയ്, പരിശുദ്ധമായ ഖുർആനോത്. എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമസ്കാരങ്ങൾ നിസ്കരിക്ക്. പെണ്ണുങ്ങളോട് ഫർള് നമസ്കരിക്കാൻ നിങ്ങളുടെ വീടിന്റെ അകത്ത് നിസ്കരിക്കാറുള്ള സൗകര്യം ഒരുക്കി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്ക്. മൃഗങ്ങളെ, പട്ടി, അല്ലാഹുവേ, ഇങ്ങനെയുള്ള ജീവികളെ നിന്റെ വീട്ടിൽ നിന്ന് മാറ്റ്. വീടിനകത്ത് വെച്ചിരിക്കുന്ന രൂപങ്ങളെ മാറ്റിക്കൊടുക്ക്. എന്നിട്ട് മലക്കുകളെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിറക്ക്. അല്ലാ, സന്തോഷവും സമാധാനവുമുള്ള ഒരു ഭവനമെത്ത് നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വർഗത്തിന്റെ റാണിയായ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചരൽക്കല്ലുകൾ നിരത്തി വെച്ചിരുന്ന ഒരു റൂമിന്റെ അകത്ത് ഒരു തോല് വിരിച്ചിട്ടാണ് അവര് മണിയറ അതായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. കടക്കാനൊരു വിരിപ്പില്ല, ഒരു പായില്ല. ചരൽക്കല്ലുകളുടെ മുകളിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് കടന്നുറങ്ങിയത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ? തമ്മിലടിയും വഴക്കവും പിണക്കവും ഒന്നുമില്ലാതെ പടച്ചവരെ സന്തോഷത്തോടെ ജീവിച്ചു. അവസാനം പ്രിയപ്പെട്ട ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ടല്ലേ ഫാത്തിമ പോയത്. ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ, ഖദീജ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ ചരിത്രം അറിയുമല്ലോ. ആ സ്വഹാബിയും സ്വഹാബി വനിതകളും ജീവിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ടവര് അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ മലക്ക് കടന്നു വരണമല്ലോ. റബ്ബിന്റെ
നിന്റെ സഹായം വേണമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ വീടിനകത്ത് ചെയ്താ അള്ളാന്റെ സഹായം വരികയാ, ബറക്കത്തുണ്ടാവുകയാ. വീടിനകത്ത് തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ മുഴുവനും പറക്കിക്കളമോനെ. അത് എത്ര വലിയ രൂപമാകട്ടെ, ആരുടെ രൂപമാകട്ടെ, ഒരാളുടെയും രൂപം നമ്മുടെ വീടിന്റെ അകത്ത് വെക്കാൻ പാടില്ലല്ലോ. അത് പണ്ഡിതനാകണമെങ്കിലും എത്ര വലിയ മഹാനാണെങ്കിലും വീടിന്റെ അകത്ത് വെക്കാൻ പാടില്ലല്ലോ. അവന് പടച്ചവനെ ഒരു ചിത്രത്തിലല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറയിലാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത് രൂപം കണ്ടിട്ടല്ല. ഹൃദയത്തിനകത്ത് കേറിയ രൂപം വേണ്ടല്ലോ. ഹൃദയത്തിന്റെ അകത്ത് കേറിയ പിന്നെ രൂപം എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി നമുക്ക് വല്ലാത്ത ഇഷ്ടമല്ലേ? പ്രവാചകന്റെ രൂപം നമുക്കറിയില്ല, മുത്തുനബിയുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണ് മുത്തുനബി ഇരിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുടി എങ്ങനെയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ നിറം എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മദ്രസയിൽ നിന്ന് പഠിച്ച അറിവല്ലേ ഉള്ളത്. കിതാബിലൂടെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കളും, അവിടുത്തെ സ്വഹാബത്തും വിവരിച്ചു തന്നത് മാത്രമല്ലേ നമുക്കറിയോ. എന്നിട്ട് നമ്മൾ സ്നേഹിക്കുന്നില്ലേ? അതുകൊണ്ട് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരുടെയും ചിത്രങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് വെക്കല്ലേ. റഹ്മത്തിന്റെ മലക്കുകളെ തടയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് സമാധാനമുള്ള ജീവിതം വേണം, സന്തോഷമുള്ള ജീവിതം വേണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്. വീടിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി എങ്ങനെയാണ് വീട് പണിയേണ്ടത്? ഒരാൾ വീട് പണിയുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം?